വടകര കരിമ്പനപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവനിൽ 2 പേർ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണെന്ന് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാലേ മരണകാരണം വ്യക്തമാകൂ. സ്ഥലത്ത് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. കാരവനിലെ AC-യുടെ പ്രവർത്തനം നിലച്ചതോടെ പുറത്തുവന്ന വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് ആകാം 2 പേരുടെയും മരണത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാലേ മരണകാരണം വ്യക്തമാകൂ. ഫോറൻസിക് സംഘം, വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവർ പരിശോധന നടത്തി. നിലവിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. കാരവന്റെ ഡ്രൈവർ മലപ്പുറം വണ്ടൂർ വാണിയമ്പലം പരിയാരത്ത് മനോജ, കണ്ണൂർ തട്ടുമ്മൽ നെടുഞ്ചാലിൽ പരശ്ശേരിൽ ജോയൽ എന്നിവരാണ് മരിച്ചത്. ഒരാൾ കാരവന്റെ സ്റ്റെപ്പിലും മറ്റൊരാൾ ഉള്ളിലും മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. പൊന്നാനിയിൽ കാരവൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറാണ് മനോജ. ഇതേ കമ്പനിയിൽ ജീവനക്കാരനാണ് ജോയൽ. എരമംഗലം സ്വദേശിയുടേതാണ് കാരവൻ കണ്ണൂരിലെത്തി തിരിച്ചുപോകുന്ന വഴിയാണ് സംഭവം. ഭക്ഷണം കഴിക്കാനായി നിർത്തിയതാണെന്നാണ് സംശയം. ഞായറാഴ്ച രാത്രി മുതൽ കാരവൻ കരിമ്പനപ്പാലം KTDC ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു. സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.